सवेरे फिर भी कभी अब नाम को तेरे आवाज़ मैं न दूंगा, आवाज़ मैं न दूंगा। चाहूँगा मैं तुझे आज सवेरे फिर भी कभी अब नाम को तेरे आवाज़ है न दूंगा, आवाज़ है न दूंगा। चाहूँगा मैं तुझे आज सवेरे। देख मुझे सब है पता, सुनता है तू मन की सदा। देख मुझे सब है पता, सुनता है तू मन की सदा। मिटवा तुझको बार बार मैं न दूंगा, आवाज़ मैं न दूंगा। चाहूँगा मैं तुझे आज सवेरे। റഫി സാഹിബിൻ്റെ പാട്ടിൽ എപ്പോഴും ഒരു ആരാധനയുണ്ടായിരുന്നു റഫി സാഹിബ്. അതെ, ഈ റഫി സാഹിബിൻ്റെ പാട്ടിലേക്ക് ആകർഷമായിരിക്കും. ഫസ്റ്റ് എനിക്ക് ഒരു ലതാജിയുടെ പാട്ടുകൾക്ക് ഒരു പാടുന്നുണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ടാണ് വളരെ നേരിയ പാട്ടായതുകൊണ്ട് അപ്പോൾ സാഹിബിന് ഒരേ സ്വരങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞങ്ങൾ പ്രക്ഷേപിക്കാറുണ്ടായിരുന്നു. ഞാൻ സിനിമ പങ്കെടുക്കുക ഒരു പാടും. അന്ന് മറ്റേ നൂർജഹാൻ്റെ കുറേ ഗാനങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു ആ ഒരു കാലഘട്ടം. ആവാസ് അങ്ങനെ ഉണ്ടായ കാലത്ത് പിന്നെ ക്രമേണായിട്ട് കുറച്ച് വോയിസ് ചേഞ്ച് ആവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ആദ്യമായി എൻ്റെ ഒരു വോയിസ് ടെസ്റ്റിന് വേണ്ടിയാണ് ഞാൻ HMB കമ്പനിക്ക് ഞാൻ സമീപിച്ചു. അപ്പോൾ എൻ്റെ വോയിസ് കൂടി കഴിഞ്ഞ് കേട്ടു, നല്ല വോയിസാണ്, പക്ഷേ മീഡിയം വോയിസാണ്, മിഡിൽ വോയിസാണ്, ആണും പെണ്ണും ഇല്ലാത്ത ഒരു അങ്ങനെ ഒരു സംഭവമുണ്ട്. കവ്വാലിക്ക് ഒരു സോക്കി കവാലി പാടും. ഞാൻ കവാലി പാടാറുണ്ടായിരുന്നു, കവാലി പഠിച്ചിട്ടുണ്ട്, കവാലി പാടിയിട്ടുണ്ട്. ഞാൻ സ്റ്റേജിൽ കവാലി പാടിയിട്ടുണ്ട് കേട്ടോ. ഒരു നിവൃത്തിയില്ലാതെ ജീവിക്കാൻ ഒരു വശമില്ലാത്ത കൊണ്ടാണ് കവാലി പാടേണ്ടി വന്നത്. അങ്ങനെ നമുക്കൊരു വഴി ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കെ മുകേഷ് സാഹിബിൻ്റെ ഗാനങ്ങൾ ഞാൻ സെലക്ട് ചെയ്തു. അന്ന് ദിൽ ജൽത്താ ഹൈ തോ ജൽനെ ദി ഭയങ്കര ബേസുള്ള ഗാനം. അങ്ങനെ ആയിട്ട് കുറച്ച് പാടി ഇങ്ങനെ വരുമ്പോൾ വോയിസിനെ കുറച്ച് പക്വത വന്നു. ഓൺ ദ ഏജ് ഓഫ് 16 ഐ തിങ്ക് 16 വയസ്സ് ആ കാലഘട്ടത്തിൽ എനിക്ക് സ്റ്റേജിൽ കയറ്റി. അപ്പോൾ അന്ന് ഒരു മാതിരി ബേസിക് വോയിസിൻ്റെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ റാഫിയുടെ വോയിസ് പഠിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ അദ്ദേഹത്തിന് ഞാൻ പറ്റില്ല, ഓൺലി റാഫി. പക്ഷേ ബേസിക് ഞാൻ മുകേഷ് സാഹിബ് കേട്ടിട്ടുണ്ട്, അതിന് നന്ദിയുണ്ട്, ഇല്ലാതില്ല. എന്നാലും എൻ്റെ സ്വന്തം അതായത് പറഞ്ഞ എൻ്റെ ഒരു ജീവനായിരുന്നു അദ്ദേഹം. റാഫി സാഹിബിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്, കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. റാഫി സാഹിബിന് അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. അല്ല, പൊതുവേ ബോംബെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത നാടാണല്ലോ. സ്വന്തം കാര്യം ചിന്താഭാഗമല്ല, വേറെ ഒന്നുമില്ല. എന്നാലും റാഫി സാഹിബ് പിന്നെ അന്ന് വേറെ കാര്യം കൂടി ഉണ്ടായിരുന്നു. അതായത് എല്ലാവർക്കും ഹരിയാണ്, അവരോട് ജീവിതത്തിൽ ഇങ്ങനെ ഹരിയായിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് ചെയ്യാൻ കാലത്തിന് ആറിനെ പറ്റി ചിന്തിക്കാറില്ല. റാഫി സാഹിബിൻ്റെ മുമ്പിൽ എപ്പോഴെങ്കിലും റാഫി സാഹിബിൻ്റെ ഒരു പാട്ട് പാടിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. റാഫി സാഹിബ് ഓഡിയൻസിൽ ഉണ്ടായിരുന്നു, ഞാൻ ഒരിക്കലും പാടിയിട്ടുണ്ട്.
അത് ഏത് പാട്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ? പാട്ട് എനിക്ക് ആക്ച്വലി ഓർമ്മയില്ല. റാഫിസായിട്ട് പാടിയത് ഹൈ പിച്ച് പാട്ട് തന്നെ എടാ, ഹൈ പിച്ച് തന്നെ. അല്ല, എനിക്ക് ഹൈ പിച്ചേ ഉള്ളൂ. ഇപ്പോൾ സംഗീതം മനസ്സിലുള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു കലാകാരൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ സംഗീതത്തിനെ ഉപവസിക്കുന്ന ആളെന്ന നിലയിൽ, അല്ലെങ്കിൽ സംഗീതജ്ഞൻ എന്ന നിലയിൽ എപ്പോഴും മനസ്സിലൊരു മൂളിപ്പാട്ട് വരാറുണ്ടല്ലോ. തീർച്ചയായിട്ടും അത് റഫീസ് സാഹിബിന്റെ സ്വരത്തിലുള്ള ഒരു മൂളിപ്പാട്ട് തന്നെയായിരിക്കും. അങ്ങനെ വരുന്ന എപ്പോഴും മനസ്സിൽ എപ്പോഴും വരുന്ന ഒരു റഫീസ് സാഹിബിന്റെ ഗാനം ഏതാണ്? ഇന്നിപ്പോൾ അദ്ദേഹത്തിന് 32,000 പാട്ടുകൾ ഞാൻ സ്റ്റേജിൽ പാടി കഴിഞ്ഞു. 26,000 പാട്ടുകൾ അദ്ദേഹം പാടിയതുണ്ട്. അങ്ങനെ ഏതാണ്ട് 2,000 പാട്ടുകൾ ഞാൻ സ്റ്റേജിൽ പാടി കഴിഞ്ഞു. കാരണം കേരളത്ത് തന്നെ ഏതാണ്ട് വോയിസ് ഓഫ് യൂത്തിൽ ഞാൻ സിംഗറായിരുന്നു 20 years ഇവിടെ സ്റ്റാച്യൂവിൽ ട്രിവാൻഡ്രം. അവരുടെ 10,200-600 പരിപാടികൾ മാത്രമേ എൻ്റെ സ്വന്തം പ്രോഗ്രാംസും ആൾ ടുഗദർ 1,500 സ്റ്റേജ് കേരളത്തിൽ ഞാൻ പാടിയിട്ടുണ്ട്. ഓൾ ഇൻ ഓൾ, പിന്നെ കാസർഗോഡ് മുതൽ തമ്പാനൂർ വരെ. ശരി. പിന്നെ മനസ്സിൽ എപ്പോഴും മൂളി പാടാൻ ആഗ്രഹിക്കുന്ന ഏത് പാട്ടായിരുന്നു എന്നുള്ളതാണ് റാഫീസ് സാഹിബിന്റെ. കുറേയൊക്കെ ഉണ്ട്, ഞാനത് കാണിത്തരാം. ഓ ഷുവർ, നോട്ട്. പിന്നെ ഇതിന് കൂട്ടത്തിൽ കൂടെ ഒരു കാര്യം കൂടിയുണ്ട്. ഞാനൊരു മ്യൂസിക് ഡയറക്ടർ കൂടിയാണ്. 13 പടം ചെയ്ത മലയാളത്തിൽ. ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. അപ്പോൾ സ്വാഭാവികമായ രീതിയിലേക്ക് ഞാൻ ചെയ്തിട്ട് ട്യൂണുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ മൂടാനുള്ള സന്ദർഭം ഉണ്ടാകുന്നത്. മാത്രമല്ല ബേസിക്കിൻ്റെ റാഫീസ് സാഹിബാണ്, മാത്രമല്ല ബാബുക്കാണ് എന്നെ കേരളത്തിൽ അതെ 1959, അതായത് 56 57 ഞാൻ അദ്ദേഹത്തിന് പരിചയപ്പെട്ടു ബോംബെയിൽ. ഞാൻ കേരളത്തിന് പറഞ്ഞ 1959. അന്ന് മുതൽ ഇന്നോ വരെ കേരളമെന്നെ വിടത്തില്ല, അല്ല ഞാൻ കേരളത്തിനെ വിടത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു മനസ്സിലാവില്ല. കാരണം അത്രയ്ക്ക് സ്നേഹമായിപ്പോയി എനിക്ക് കേരളീയർക്ക്.